നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മുൻനിര നായകന്മാരുടെ അമ്മയായി തിരശീലയിലെത്തി മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് കവിയൂർ പൊന്നമ്മയുടേത്. നാടകരംഗത്ത് നിന്ന് 20-ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തിയത്. തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള നായകന്മാരുടെ കൂടെ അമ്മയായി അഭിനയിച്ച താരം ഇടക്കാലത്ത് ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കാൻ പ്രേരിതയാവുകയായിരുന്നു. ഇപ്പോഴിതാ മലയാള സിനിമയിൽ നീണ്ട 60 ആണ്ട് കാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് നടി ചികിത്സയിൽ തുടരുന്നത്. കുറച്ചുകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നടിയെ അലട്ടുന്നുണ്ട്. ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തി. ഇവർ കഴിഞ്ഞ ദിവസം തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത്. സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട്. മലയാളത്തിലെ മുതിർന്ന താരങ്ങൾ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധേയായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള താരങ്ങൾ. 700-ൽ പരം സിനിമകളാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു. മലയാള സിനിമയിൽ 65 വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. ശാരദയും സീമയും അമ്മയിൽ നിന്ന് ഇടവേള ബാബുവും അടക്കമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിച്ചിരുന്നു. അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. 4 തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2021-ൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയത്. മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത്. നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും അത് തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുന്നത്. മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. യഥാർത്ഥത്തിൽ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയാണോ എന്ന് വരെ ചിലർ സംശയിച്ച സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സിനിമാ ലോകത്ത് ഇതൊക്കെ ഒരു കഥകളാണ്. നാടകത്തു നിന്നും സിനിമയിലേക്ക് എത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വേഷം അവതരിപ്പിക്കുകയായിരുന്നു. നിർമ്മാതാവ് മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മ വിവാഹം ചെയ്തത്. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് മുൻപ് കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞിരുന്നു. ബിന്ദു മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾ. അമേരിക്കയിൽ 2 മക്കൾക്കും ഭർത്താവിനുമൊപ്പം സെറ്റിലാണ് ബിന്ദു. ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രത്തിലെ ആഷിക് കപൂർ സംവിധാനം ചെയ്ത ഭാഗത്തിലാണ് അവസാനമായി താരം അഭിനയിച്ചത്. മോഹൻലാലിന്റെ ആറാട്ടിലും ശബ്ദ സാന്നിധ്യമായി കവിയൂർ പൊന്നമ്മ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വിശ്രമ ജീവിതം നയിച്ച താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. നടി ഊർമിള ഉണ്ണിയായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്.